Friends, welcome back to Tasty Garic. ഇന്ന് അടിപൊളി പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ഐറ്റമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ ഇത് മുഴുവൻ കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് തന്നെ 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് 7-8 ഗാർലിക് എടുത്തിട്ടുണ്ട്, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുന്നു. അതുപോലെ ഉള്ളിത്തണ്ടും ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉള്ളിത്തണ്ടിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നീട് പ്രോൺസ് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. നമ്മൾ പ്രോൺസ് ഏത് രീതിയിലാണോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ മിക്കവാറും ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഷെല്ല് റിമൂവ് ചെയ്യുന്നില്ല, ആ കാലിൻ്റെ ഭാഗം സിസേഴ്സ് ഉപയോഗിച്ച് വെട്ടിയാണ് കൊടുക്കുന്നത്. തലയുടെ ഭാഗവും റിമൂവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബ്ലാക്ക് വെയിൻ കാണും, അത് മസ്റ്റായിട്ടും റിമൂവ് ചെയ്യേണ്ടതാണ്. ആ ബ്ലാക്ക് വെയിനെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി, അതിങ്ങ് ഊരി വരുന്നതായിരിക്കും. ആ ബ്ലാക്ക് വെയിൻ മാറ്റേണ്ടതാണ്. ആ ബ്ലാക്ക് വെയിൻ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രോൺസിൻ്റെ ബാക്കിൽ ഷാർപ്പായിട്ടുള്ള ഭാഗം ഒന്ന് മുറിച്ച് കൊടുക്കേണ്ടതാണ്. അവിടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം, ബ്ലാക്ക് വെയിൻ പൊട്ടിയിരിപ്പുണ്ടോ എന്ന് അറിയാനായിട്ട്. ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുത്തു മാറ്റേണ്ടതാണ്. ഞാനിവിടെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് കളയുന്നില്ല, ഷെല്ല് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ പ്രോൺസ് കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രോൺസിൻ്റെ ബാഗൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്ത് ബ്ലാക്ക് വെയിൻ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
പിന്നീട് പ്രോൺസ് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വിനീഗറും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് ഇത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത പ്രോൺസിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ജിഞ്ചർ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ നാരങ്ങ നീര് ഒഴിച്ച് ഒരു ലെമണിൻ്റെ ഹാഫ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ ഒരു സ്പൂണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓണിയനും അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പാൻ ചൂടാക്കുന്നു. അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒരു 4 സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പ്രോൺസിന് അധികം വേവില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഒരു സൈഡ് റെഡ് കളറിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോൺസ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും റെഡിഷ് കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രോൺസ് വാങ്ങിയെടുക്കുന്നുണ്ട്. പ്രോൺസ് വാങ്ങിയ ശേഷം നമുക്ക് എണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത ഗാർലിക്കിൽ നിന്ന് ഹാഫ് പാർട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ എണ്ണയിലോട്ട്. അങ്ങനെ ആ എണ്ണയിൽ കിടന്ന ആ ഗാർലിക്ക് നന്നായിട്ട് ഗോൾഡൻ കളറിലോട്ട് വരണം. ഗാർലിക്ക് ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ആ സമയത്ത് വേണം നമ്മുടെ സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ എടുത്തിരിക്കുന്ന പ്രോൺസ് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കിയ ശേഷം 1 ടേബിൾ സ്പൂണ് ഓയിസ്റ്റർ സോസ് കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയിട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കിൻ്റെ ബാക്കിയോടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. പിന്നീട് 1 ടീസ്പൂണ് കോൺഫ്ലോറും ഹാഫ് കപ്പ് വാട്ടറൂടെ മിക്സ് ചെയ്തിട്ടുള്ള അത് കോൺഫ്ലോറിൻ്റെ ആ മിശ്രിതം നമ്മുടെ പ്രോൺസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ സമയത്ത് തീ ശകലം കുറച്ച് വെച്ചാൽ മീഡിയത്തിൽ നിന്ന് കുറച്ച് വെച്ചാൽ നല്ലതായിരിക്കും. ഈ സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ശകലം ഉപ്പുഴ ആഡ് ചെയ്ത് കൊടുക്കാം. സോസിനകത്ത് ചെറിയ രീതിയിലുള്ള ഉപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അധികം വേണ്ട. ഒരു ചെറിയ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയന് ശകലോട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പ്രോൺസ് സ്റ്റാർട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു വെറൈറ്റി ഐറ്റമാണ്. ഈ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.